ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറും അംഗങ്ങളും ശബരിമല സന്ദർശിച്ചു. ശബരിമലയിൽ കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. ദേവസ്വം ബോർഡ്, പോലീസ് എന്നിവർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് ഹിയറിംഗ് നടത്തുമെന്നും കമ്മീഷൻ അറിയിച്ചു. ശബരിമല ദർശനത്തിനെത്തുന്ന കുട്ടികൾക്കും മണിക്കൂറുകളോളം വരി നിൽക്കേണ്ടി വരുന്നു എന്നതടക്കമുള്ള പരാതികൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ബാലാവകാശ കമ്മീഷൻ സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അവർ പമ്പയിൽ പരിശോധന നടത്തിയതിനു ശേഷം മല കയറി സന്നിധാനത്തേക്ക് എത്തി കുട്ടികളോടും രക്ഷിതാക്കളോടുമൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നമുക്കിവിടെ ബാലാവകാശ കമ്മീഷണർ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? പ്രായോഗികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. നല്ല തിരക്കുണ്ട്. എന്നാൽ പോലും അത്രയേറെ ഒരു പ്രയാസം അനുഭവിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഏറെക്കുറെ ഭംഗിയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ പടി കയറുന്ന സ്ഥലത്ത് ഞങ്ങൾ നോക്കിയായിരുന്നു. അപ്പോഴവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുറച്ചുകൂടെ ശ്രദ്ധ അവിടെ കിട്ടുന്നുണ്ട്. പ്രത്യേകമായിട്ട് തന്നെ അവരെ കൺസിഡർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ പമ്പയിലും അതുപോലെ തന്നെയുള്ള അറേഞ്ച്മെൻറ്റ്സ് വളരെ കൃത്യമാണ്. അപ്പോൾ കുട്ടികളെ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ എല്ലാ കുട്ടികൾക്കും ടാഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുട്ടികളല്ലേ, ആ ടാഗ് കുറച്ച് കഴിഞ്ഞാൽ അവർ വലിച്ചു കീറി കളയുന്നുണ്ട്. എങ്കിൽ പോലും കൃത്യമായിട്ട് ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഒരു 5 തവണയെങ്കിലും അനൗൺസ്മെൻ്റ് ഇങ്ങനെ വരുന്നുണ്ട്. കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് എല്ലാ ഭാഷയിലും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം രക്ഷിതാക്കളും കൂടെ കുറച്ചുകൂടെ കെയർ ചെയ്യണം. എങ്കിൽ പോലും ചെറിയ കുട്ടികൾക്കടക്കം ഇത്രയും ക്രൗഡുള്ളത് കൊണ്ട് ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കുറച്ച് സമയമെങ്കിലും ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ടാണ് നേരിട്ട് കമ്മീഷൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ വന്നത്. ഇനി ഏതായാലും ഇതിൻ്റെ മറ്റ് അധികൃതരുമായിട്ടും ദേവസ്വം ബോർഡുമായിട്ടും ഒക്കെ തന്നെ, പോലീസുമായിട്ടൊക്കെ തന്നെ ഒരു ഹിയറിംഗ് കൂടെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കുട്ടികൾക്ക് പറ്റുന്ന അത്രയും സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കുന്നതിന് ശ്രദ്ധയുണ്ടാവും. അതെ. കുട്ടികൾ സുരക്ഷിതമായിരിക്കണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ. കുട്ടികൾ ഇവിടെ സുരക്ഷിതമായിരിക്കണം. അവർക്ക് എങ്ങനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ദർശനം നടത്താൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പദ്ധതി നമുക്ക് ഉണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അടുത്ത തീർത്ഥാടന കാലാവുമ്പോഴേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൂടെ പരിശോധിക്കും. അതിനാണ് ഞാൻ പ്രത്യേകമായിട്ടൊരു ഹിയറിംഗ് കൂടെ നടത്തണമെന്ന് പറഞ്ഞത്. ദേവസ്വം അധികൃതർ അതുപോലെ പോലീസിനെയൊക്കെ പങ്കെടുപ്പിച്ച് ഹിയറിംഗ് ഉണ്ടാകും. അതിനുശേഷം അടുത്ത തീർത്ഥാടന കാലത്തേക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കും എന്നാണ് ബാലാവകാശ കമ്മീഷൻ ഏതായാലും പ്രതികരിക്കുന്നത്. ജയചന്ദ്രൻ പുല്ലമ്പാറയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.